നമ്മുടെ ഡീമൺ സ്ലേയർ ആനിമൽ തന്നെ മൂസാൻ്റെ 6 അപ്പർ മൂൺസിലെ മൂന്നാമത്തെ റാങ്ക് ചെയ്യണ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു അപ്പർ മൂണാണ് നമ്മുടെ അക്കാസ് എന്ന് പറയുന്നത്. എന്നാൽ അക്കാസിൻ്റെ റിയൽ നെയിം എന്താണ്, ആളുടെ ബാക്ക് സ്റ്റോറി കാര്യങ്ങൾ എന്താണ് എന്നൊക്കെയായിരിക്കും നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. സോ ഒട്ടും ലേറ്റ് ആകാതെ നമുക്ക് നോക്കിയാലോ ആരാണ് അക്കാസ് എന്നും അവൻ്റെ ബാക്ക് സ്റ്റോറി എന്താണെന്നും. ഓക്കെ, അത് നമ്മുടെ അക്കാസിൻ്റെ റിയൽ നെയിം എന്ന് പറയുന്നതാണ് ഹക്കുജി സോയാമ. സോ നമ്മുടെ അക്കാസിൻ്റെ ചെറുപ്പത്തിൽ തന്നെ, അതായത് ഏകദേശം ഒരു 11 വയസ്സിൽ തന്നെയാണ് നമ്മുടെ അക്കാസ് ഒരുപാട് ക്രൈമുകൾ ചെയ്യുന്നത്. അതായത് ഈ പിക്ക് പോക്കറ്റ് ആ കാര്യങ്ങളെല്ലാം ചെയ്യണം. സോ ഇവനെ ഒന്നല്ല കൂടുതൽ തവണയും കൈയോടെ തന്നെ പിടിക്കുകയാണ്. സോ പിടിച്ച ശേഷം നേരെ നമ്മൾ അക്കാസിനെ കൊണ്ടുവരുന്നത് അവിടുത്തെ ഒരു കോർട്ടിലേക്കാണ്. സോ എപ്പോഴും ഇവന് ഈ ഒരു റോബറി കാര്യങ്ങൾ പറഞ്ഞ് പിടിക്കപ്പെടാണ്. സോ ഇവന് എപ്പോഴും അതിനനുസരിച്ചുള്ള ശിക്ഷകൾ കിട്ടും. ഒരുപാട് അടിയായിരിക്കും ഇവന് ശിക്ഷയായിട്ട് കിട്ടുന്നത്. ഇപ്പോൾ കോർട്ട് തന്നെ പറയുന്നത് നിന്നെ ഈ ഒരു 3-ാം തവണ ഞാൻ പിടിക്കപ്പെടുന്നത്. സോ ആ കയ്യിലുള്ള നമ്മുടെ അക്കാസിൻ്റെ മാർക്കെല്ലാം അതിനെയാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ നമ്മൾ കോർട്ട് ഓർഡർ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ 3 തവണയായി പിടിക്കുന്നു, നീ 4-ാം തവണ നീ പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ നിന്റെ 2 കൈയും മുറിച്ച് കളയും പറഞ്ഞിട്ട് പറയാണ്. അപ്പോൾ ചിന്തിക്കണം, ആക്കാസിൻ്റെ ഏജ് എന്ന് പറയുന്നത് 11 ആണ്. സോ ഇവന് 1 അല്ല 2 അല്ല 3-ാം തവണയും ഇപ്പോൾ പിടിക്കപ്പെടുന്നത്. സോ ഇനി അടുത്ത് എൻ്റെ കൈ വെട്ടിക്കളിയും എന്ന് പറഞ്ഞപ്പോഴും നമ്മൾ ആക്കാസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇനിയും ചെയ്യും വേണ്ട പറയുന്നത്. ഇത്രയും വലിയ ശിക്ഷ, അതായത് ഒരു അഡൽട്ടിന് എന്നെ താങ്ങാൻ പറ്റാത്ത അത്ര ശിക്ഷ കൊടുത്തിട്ടും ഞാൻ വീണ്ടും ചെയ്യും എന്നൊരു കാര്യം നമ്മൾ അക്കാസ് പറയാം. സോ ആ ഒരു കോർട്ട് തന്നെ നീ ഒരു ഡീമൻ ചൈൽഡ് എന്ന് പറഞ്ഞ് പറയാണ്. അതായത് നമ്മുടെ അക്കാസിനെ ഡീമൻ എന്ന് വിളിക്കാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് അവൻ ഈ ജനിച്ച ടൈമിൽ തന്നെ അവൻ ഈ ഒരു പല്ലുകളൊക്കെ മുളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ അക്കാസ് ഈ ഒരു മോഷണവും കാര്യങ്ങളൊക്കെ നടത്തുന്ന മെയിൻ റീസൺ പറഞ്ഞാൽ ഇവന് വയ്യാത്ത ഒരു അച്ഛന് വേണ്ടിയിട്ടായിരുന്നു. നമ്മുടെ അക്കാസിൻ്റെ അച്ഛന് ന്യൂട്രീഷ്യസിൻ്റെ കുറവുള്ളത് തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് വാങ്ങിക്കാൻ ഇവൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു. സോ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മുടെ അക്കാസ് എന്ത് ചെയ്യുന്നത് പറഞ്ഞാൽ ഈ മോഷണം കാര്യങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത്. ബട്ട് നമ്മുടെ അക്കാസിൻ്റെ അച്ഛൻ ഇവൻ വീണ്ടും പിടിക്കപ്പെട്ടെന്ന കാര്യം അറിഞ്ഞ ശേഷം ആത്മഹത്യ ചെയ്യുകയാണ്. അങ്ങനെ തൻ്റെ അച്ഛനും എല്ലാം നഷ്ടപ്പെട്ട ഒരു ഹോപ്പിൽ എന്ത് ചെയ്യാൻ നമ്മൾ അക്കാസ് അവിടെയുള്ള എല്ലാം തന്നെ അറ്റാക്ക് ചെയ്യുകയാണ്. സോ ആ ഒരു ടൈമിൽ വേറൊരു ഡോജോയുടെ മാസ്റ്റർ വന്നിട്ട് നമ്മൾ അക്കാസിനെ അയാളുടെ ഡോജോയിലേക്ക് ക്ഷണിക്കുകയാണ്. കാരണം നമ്മുടെ അക്കാസ ഏകദേശം 9 അഡൽട്ടിനെ വെറും ഈ കൈ കൊണ്ട് തന്നെ അടിച്ചു വീഴ്ത്തിയിട്ടുണ്ട്. സോ അത് കണ്ടിട്ട് ഇവനെ വിളിക്കുകയാണ്. സോ ഇവൻ ഇത് ശ്രദ്ധിക്കാൻ താൻ പോടോ കിളവാ പറഞ്ഞിട്ട് അയാളെ തലവരാണ്. പക്ഷെ അയാൾ എന്ത് പറഞ്ഞാൽ 3-4 പഞ്ച് കൊടുത്തിട്ട് നമ്മുടെ അക്കാസിനെ വീഴ്ത്താണ്. ഓക്കെ, അയാൾ അടിച്ച് വീഴും നമ്മുടെ അക്കാസിനെ. അക്കാസിക്ക് പോകുന്നതിന് ശേഷം നേരെ അയാളുടെ ഡോജോയിലേക്ക് പോവാണ്. സോ അയാൾ കാര്യങ്ങൾ പറയുന്നുണ്ട്, എനിക്ക് ഈ ഡോജോയിൽ ഒരു ശിഷ്യന്മാരും കൂടിയില്ല. കാരണം അതിൻ്റെ റീസൺ പറഞ്ഞാൽ എൻ്റെ വയ്യാത്ത മോളാണ്. സോ അവളെ വിട്ടിട്ട് എനിക്ക് ഇതിൻ്റെ പുറത്തിറങ്ങാൻ പറ്റില്ല. സോ നിനക്ക് ഞാൻ തരുന്ന ടാസ്ക് എന്ന് പറയുന്നത് ഇവിടെ തന്നെ ഇരുന്ന് സ്റ്റേ ചെയ്തിട്ട് എൻ്റെ മകളെ നോക്കുക പറഞ്ഞിട്ട് പറയുന്നുണ്ട്. എന്നിട്ട് അവളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ഇതെൻ്റെ മകൾ കിയോക്കി എന്ന് പറഞ്ഞിട്ട്. സോ അവളെ കണ്ടപ്പോൾ തന്നെ എന്താ പറയുക, നമ്മുടെ അക്കാസിക്ക് ഏകദേശം അവൻ്റെ അച്ഛൻ്റെ ഒരു സിമിലാരിറ്റി തോന്നി. അതായത് ഈ ഒരു വയ്യാത്തവരെല്ലാം ഒരു സോറി മോഡിലായിരിക്കും നമ്മളെ നോക്കുന്നത്, എനിക്ക് വയ്യ ആ ഒരു മോഡിലായിരിക്കും നോക്കുന്നത്. സോ അങ്ങനെ ഇവൻ്റെ അച്ഛനെ പോലെ തോന്നി ഈ കിയോക്കിൻ്റെ ഒരു ഹെൽത്തിൻ്റെ കണ്ടീഷൻ. അങ്ങനെ നമ്മുടെ അക്കാസ അവിടെ സ്റ്റേ ചെയ്തിട്ട് അവളുടെ ഒരു കാര്യങ്ങൾ എന്താ പറയുക, അവളുടെ ബെഡ്ഷീറ്റ് മാറ്റുക, ബെഡ് മാറ്റുക, ഈ ഒരു നെറ്റിന് മേലെയുള്ള തുണി ഇടയ്ക്കിടയ്ക്ക് നനച്ച് വയ്ക്കാം, അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ അക്കാസിൻ്റെ ജോലി. സോ നമ്മുടെ കിയോക്കി ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ അക്കാസിൻ്റെ പറയുന്നത്, നീ ഇവിടെ മാത്രം നിന്നിട്ട് കാര്യമില്ല, നീ ജസ്റ്റ് വെളിയിലേക്ക് പൊക്കോ, എനിക്കൊരു ബാധ്യതയാണ്. അപ്പോൾ പറയും ഇല്ല കുഴപ്പമില്ല, ഞാൻ ഇവിടെ തന്നെ ട്രെയിൻ ചെയ്യും, എന്നെ കെയർ ചെയ്യും, അതുപോലെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ എന്താ പറയുക, നമ്മുടെ അക്കാസ ഈ ഒരു ഫാമിലിയായിട്ട് നന്നായി കണക്റ്റ് ആയിട്ട് വരികയാണ്. സോ ഇയാൾക്ക് എങ്ങനെ ഈ ഒരു ഡോജോ സ്വന്തമായി കിട്ടിയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മെയിൻ ഓണറിനെ എന്താ പറയുക ഒരുപാട് ബാൻഡിറ്റ്സ് എന്താ പറയുക ഈ ഒരു മോസ്റ്റൊക്കെ വന്നിട്ട് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. അയാളിനെ നമ്മുടെ ഈ ഒരു മാസ്റ്റർ രക്ഷിച്ചു. ഇയാളുടെ സ്റ്റൈലും ഇഷ്ടപ്പെട്ടതിന് ശേഷം അയാൾക്കും എന്താ പറയുക ഈ ഒരു മെയിൻ ഓണറിന് മക്കളാരുമില്ല. സോ ഈ ഒരു ഡോജോയും ലാൻഡും അയാളുടെ പേരിൽ എഴുതി വെച്ചു. ബട്ട് ഈ ഒരു കാര്യം മറ്റ് ഡോജോയിലെ മാസ്റ്റേഴ്സൊന്നും ഇഷ്ടമല്ല. കാരണം അവർ ഈ ഒരു പ്ലേസ് നോക്കിയിരിക്കുകയാണ് പിന്നെ ഡോജോന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ മാസ്റ്ററിനെ എന്താ പറയുക മകൾക്ക് വയ്യാത്തതുകൊണ്ട് അധികം വെളിയിൽ പോകില്ല, സ്റ്റുഡൻസ് വേറെ കിട്ടില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. സോ ഇപ്പോൾ ആകെയുള്ള സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അക്കാസയാണ്. സോ അവനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ അക്കാസയ്ക്ക് ഏകദേശം ഒരു 18 വയസ്സായി. അതായത് ഇവിടെ ഒരു 3 വർഷം സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ഈ ഒരു മാസ്റ്റർ മുന്നിൽ വിളിക്കുകയാണ് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട്. അതായത് ഈ ഒരു ഫാമിലിയായിട്ട് കണക്ട് ആയി. സോ എൻ്റെ മകൾക്ക് നിന്നെ ഇഷ്ടമാണ്, സോ നിങ്ങളായിട്ടുള്ള ഒരു മാരേജ് നടത്താം, ഈ ഡോജ് നിൻ്റെ പേരിൽ എഴുതാൻ വേണ്ടിയിട്ട് പറയാണ്. ഈ ഒരു കാര്യം രണ്ടാൾക്കും സന്തോഷം, നമ്മുടെ കിയോക്കി അതുപോലെ തന്നെ അക്കാസിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമായിരുന്നു. സോ ഈ ഒരു കാര്യം ഇവൻ്റെ അച്ഛൻ്റെ ഗ്രേവിൽ പോയിട്ട് ഇവൻ പറയാണ്. അതിനുശേഷം ഇവൻ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത്, ഡോജോയിലേക്ക് തിരിച്ചു വരുന്ന സമയത്തായിരിക്കും അവിടെ കുറച്ച് ആളുകൾ എന്താ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ ഈ ഒരു ഡോജോൻ്റെ വെല്ലിൽ ആരോ വിഷം ഇട്ടിട്ടുണ്ട്, ആ ഒരു കിണറ്റിൽ ആരോ വിഷം ഇട്ടിട്ടുണ്ട്. സോ അത് കുടിച്ചിട്ട് മാസ്റ്റർ മരിച്ചു, കൂടാതെ കിയോക്കിയും മരിച്ചു കൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവിടെയുള്ളവർ പറയേണ്ടത് ഇത് തൊട്ടടുത്തുള്ള ഡോജോൻ്റെയുള്ള മെയിൻ പണിയാണ്, ഈ ഒരു ഡോജോയും സ്ഥലവും നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈ ഒരു കിണറിൽ വിഷം ചേർത്താണ്. അക്കാസ് നേരെ പോയി നമ്മുടെ കിയോക്കിൻ്റെയും അതുപോലെ മാസ്റ്ററിൻ്റെ അടുത്തിരിക്കുക. എന്നിട്ട് നമ്മുടെ അക്കാസ് നേരെ പോകുന്നത്, അതായത് ആ ദിവസം രാത്രി ആ ഒരു ഡോജോയിലെ ഏകദേശം
67 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. ആ 67 സ്റ്റുഡൻസിനെയും വെറും ബെയർ ഹാൻഡ്സ്, കൈ കൊണ്ട് തന്നെ ഓർഗൻസും തലയും എല്ലാം മാറ്റി അറിയാത്ത വിധം, പേഷ്യൻ്റ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത വിധം നമ്മളെ അക്കാസ കൊന്നു. അവിടെയുള്ള ഏക എന്താ പറയുക ജോലിക്കാർക്ക് വരെ ഇത് കണ്ടിട്ട് ഭ്രാന്തായി. ഈ ഒരു കാര്യം ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കാസ ആ ഒരു ചോരയിൽ കുളിച്ചിട്ട് വെളിയിലേക്ക് ഇറങ്ങി നടക്കുന്ന ടൈമിലായിരിക്കും നമ്മുടെ മുസാനെ കാണുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്ത ഒരാൾ ഒരു ഡീമണാണെന്ന് വിചാരിച്ചായിരിക്കും നമ്മളെ മുസാൻ എത്തിയിട്ടുണ്ടാവുക. പക്ഷേ അക്കാസ തന്നെ കണ്ടിട്ട് നീ ഒരു ഹ്യൂമൺ ആണല്ലേ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. ബട്ട് നമ്മുടെ മൂസാൻ പറഞ്ഞ കാര്യമൊന്നും നമ്മുടെ അക്കാസ ശ്രദ്ധിക്കണില്ല. എൻ്റെ അടുത്ത് നിന്ന് മാറിക്കോ അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്ന സമയത്ത് തന്നെ നമ്മളെ മൂസ എന്ത് ചെയ്യും പറഞ്ഞാൽ നമ്മുടെ അക്കാസിൻ്റെ തല പിളർത്തി ആളുടെ ഈ ഒരു ബ്ലഡ്, കുറച്ചധികം ബ്ലഡ് നേരെ അക്കാസിൻ്റെ ബോഡിലേക്ക് ആക്കുകയാണ്. എന്നിട്ട് പറയണ്ടേ, ഞാൻ 12 ഡീമൻസ്, പവർഫുൾ ഡീമൻസ് ക്രിയേറ്റ് ചെയ്യാൻ നിൽക്കുകയാണ്. സോ എൻ്റെ ബ്ലഡ് ഇത്രയും എനിക്ക് ടേക്ക് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ നീ ഒരു അപ്പർ മൂണാണ്. എല്ലാം നഷ്ടപ്പെട്ട ആൾക്ക് ഇനി എന്ത് നോക്കാൻ. അങ്ങനെ നമ്മുടെ അക്കാസ ഒരു അപ്പർ മൂൺ ഡീമണായത്. സോ ഗൈസ്, ഞാൻ അക്കാസിനെ പറ്റിയുള്ള എല്ലാ ഒറിജിനും ബാക്ക് സ്റ്റോറി എല്ലാം പറഞ്ഞു ഞാൻ വിചാരിക്കുന്നു. സോ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും അല്ലെങ്കിൽ സംശയം എന്തെങ്കിലും ജസ്റ്റ് ടെൽ മീ ഇൻ ദ കമൻറ്റ്സ്. സോ അടുത്തൊരു വീഡിയോ കാണാൻ വിളിക്കും. നന്ദി, നമസ്കാരം.